ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ഫോർ ഹാപ്പി. അപ്പോൾ നമ്മളിന്ന് മാങ്ങച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മാങ്ങച്ചാറാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഇട്ട്, വെളിച്ചെണ്ണയിലാണ് അമ്മ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് ഉലുവ ഇട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിക്കാം. അതിനുശേഷം ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി തന്നെ ഉപയോഗിക്കാം, നല്ല ടേസ്റ്റ് കൂടുതൽ. പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില ഇവയിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അല്പം കായത്തിൻ്റെ പൊടിയും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ആ കായത്തിൻ്റെ പച്ചമണമില്ല, അതൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാണ്. ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അച്ചാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ അച്ചാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഈ മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് ഞാൻ മാങ്ങ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ, അതിലേക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ മാങ്ങ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവണ്ട, ഒരു പകുതി വേവാവില്ലേ, അതുപോലെ ഇത് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഒന്ന് പകുതി വേവായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടി നമ്മൾ മാങ്ങയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര നീര് ഒരു 3-4 ടീസ്പൂൺ ശർക്കര നീര് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച നമ്മുടെ ആ മസാലയുടെയൊക്കെ മിക്സില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മാങ്ങയിൽ നമ്മൾ ആ മസാല പിടിക്കുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം, നന്നായിട്ട് വഴറ്റാം. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് അധികം നേരമൊന്നും വെക്കണ്ട, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ മാങ്ങ അധികം വെന്ത് പോയാൽ അത്ര ടേസ്റ്റ് ഇല്ല, പകുതി വേവാവണം, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ അച്ചാർ റെഡിയാണ്. നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ.